ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർമ്മ രാജാവേ, തനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന വെച്ചാ ചെയ്ത് കാണിക്കും. തന്റെ ജാതകം ഒന്നുകൂടി നോക്കിച്ചേക്ക്. ചിലപ്പോ മോന് വായിക്കരിയുടെ യോഗം കാണും. നിനക്കൊരു കോഫി പറയട്ടെ? വേണ്ട, ഞാൻ കുടിച്ചു. ഹലോ വിക്രം, സുഖം തന്നെയല്ലേ? ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. വിക്രമിന്റെ കാര്യങ്ങളൊക്കെ പിന്നോട്ടല്ല, മുന്നോട്ടാ. പക്ഷെ ഇടയ്ക്ക് ചില വിലങ്ങ് തടികൾ തല പൊക്കുന്നുണ്ടോ എന്നൊരു സംശയം. ശ്യാമന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ ശ്യാം, വാ വാ, നടക്ക. എന്താടാ വീണ്ടും തുടങ്ങി നിനക്ക് ഞരമ്പ് രോഗം? ഞരമ്പ് രോഗത്തിന് ചികിത്സയുണ്ട്, അത് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ സംശയരോഗം അത്ര പെട്ടെന്ന് വിട്ടുമാറില്ല. നിർത്തണം. എന്റെ ഭാര്യയോട് നിനക്ക് എന്താ അത്ര ഒലിപ്പിക്കാൻ? വർഷ എന്റെ കസിൻ സിസ്റ്ററാ. വളരെ കാലം കൂടി ഞങ്ങൾ തമ്മിൽ കണ്ടതാ. എന്റെ അപ്പച്ചിയുടെ മോളോട് എനിക്ക് സംസാരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. എടാ, നീ അവളോടൊന്ന് മിണ്ടണമെങ്കിൽ മാത്രമല്ല, ഒന്നും നോക്കണമെങ്കിൽ കൂടി എന്റെ അനുവാദം വാങ്ങണം. നിന്നെ പണ്ടേ ഓങ്ങി വെച്ചിരിക്കുന്ന ഞാൻ. നിന്റെ കോളേജിനുള്ളിലെ തെമ്മാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. നിന്റെ തോലയൂരി പോവും മോനെ. ഭീഷണിപ്പെടുത്താതെ വിക്രം. പെട്ടെന്നങ്ങ് പേടിച്ചു പോകുന്ന രക്തമല്ല ഇത്. കലർപ്പില്ലാത്ത റോയൽ ബ്ലഡാ. അതുകൊണ്ട് പേടിക്കാൻ വെറും ഉടുക്കുകൂട്ടൽ പോരാ, നല്ല ഒന്നാം തരം ആറ്റം ബോംബ് തന്നെ ഇടണം. വേണ്ട വിക്രം, ഞാനിപ്പോ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാ. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാൻ നോക്ക്. എന്താ വിക്രം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അന്ന് വീട്ടിൽ കയറി വന്ന് നീ കാണിച്ച ചെറ്റത്തരങ്ങളും അതിക്രമങ്ങളും ഒന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്താടാ വീണ്ടും ഭീഷണിപ്പെടുത്താനാണോ ഭാവം? മകന്റെ കടിഞ്ഞാണേ ഒന്നും കൂടി അങ്ങ് മുറുക്കിയേക്ക്. തൽക്കാലം ഭീഷണി ഒഴിവാക്കാം. വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിച്ചപ്പോ എന്റെ മോന്റെ കടിഞ്ഞാൻ ഞാനൊന്ന് മുറുക്കി. അതുകൊണ്ട് മാത്രോടാ നീ അവിടുന്ന് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. എടാ, തുമ്മിയാ തെറിക്കുന്ന മൂക്കൊന്നുമല്ല അവനെ. അവൻ തന്തയ്ക്ക് പറഞ്ഞൊരാണാ. ഒറ്റ തന്തയ്ക്കടാ. നീ ചെയ്ത ആണത്തമില്ലായ്മക്ക് തിരിച്ചറിയണ്ടേ? അതുകൊണ്ടേ എന്റെ മോന്റെ കടിഞ്ഞാൻ ഞാൻ തൽക്കാലം ഇപ്പൊ മുറുക്കുന്നില്ല. വർമ്മ രാജാവേ, തനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന വെച്ചാ ചെയ്ത് കാണിക്കും. തന്റെ ജാതകം ഒന്നുകൂടി നോക്കിച്ചേക്ക്. ചിലപ്പോ മോന് വായിക്കരിയുടെ യോഗം കാണും. ബോഡി ഇങ്ങോട്ട്.
എന്തോന്നറിയ നോക്കി നിൽക്കുന്നേ? പോയി ദേവിയോട് സംസാരിക്കടാ. ചെല്ല്. ശരി അച്ഛാ. ഓ, ശ്യാമേ, ആ പെൺകുട്ടി ഏതാ? അയാളെന്തിനാ ശ്യാമിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച്? അത് ഒരു കുടുംബ പ്രശ്ന. ആ ടോപ്പിക്ക് ഇവിടെ. ഓക്കെ, അത് വിട്ടു. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ശ്യാം ഇവിടുന്ന് മടങ്ങുമ്പോ അച്ഛനോടൊരു കാര്യം പറയണം. എന്ത്? ഈ ദേവിക വർമ്മയ്ക്ക് ശ്യാമിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. ഉച്ചയൂണ് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു സാർ. വിശ്രമം കഴിയാറായില്ലേ? സമയമായി വരുന്നല്ലേ ഉള്ളൂ സാറേ. 1 മണിക്കൂർ വിശ്രമം തൊഴിലാളിയൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്നാലേ ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിനക്കും ജഗനും ഒക്കെ ഒരേ ജോലി സമയമാ. ജഗൻ വന്ന് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. അർജന്റ് പണിയുണ്ടെങ്കിൽ ജഗൻ അതിരാവിലെ തന്നെ വരും. വളരെ വൈകിയേ പണി നിർത്താറുള്ളൂ. കാലവും സമയവും ഒന്നും നോക്കാറില്ല. ഹലോ, ജഗൻ ഉച്ചയൂടും കഴിഞ്ഞ് വിശ്രമം പോലും ഇല്ലാതെ പണി തുടങ്ങിക്കഴിഞ്ഞു. മാനത്തെ കൊട്ടാ